സോഷ്യൽ മീഡിയയിലെങ്കും ചർച്ചാ വിഷയം കണ്ടന്റ് ക്രിയേറ്ററും ഇൻഫ്ലുവൻസറും നടനുമായ അഖിൽ NRDയുടെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് അഖിലിന്റെ ഭാര്യ മേഘ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയത്. അഖിലുമായുള്ള മേഘയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം തികയുന്നതേയുള്ളൂ. അഖിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സമയത്താണ് പരിചയക്കാരനായ ബസ് തൊഴിലാളിക്കൊപ്പം മേഘ ഇറങ്ങിപ്പോയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ആകെ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ചിലത് മേഘയെ പരിഹസിച്ചും കുറ്റപ്പെടുത്തിയുള്ളതും മറ്റു ചിലത് അഖിലിനെ വിമർശിച്ചും കളിയാക്കിയുള്ളതുമാണ്. എന്താണെങ്കിലും ഇത്തവണ ബിഗ് ബോസിലേക്ക് വരാനിരുന്ന ഒരാളാണ് അഖിലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എത്തുന്നത്. ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ അഖിൽ NRDയും ഉണ്ടെന്ന് ആദ്യം തന്നെ ബിഗ് ബോസിന്റെ ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ ഒരു ഊഹാപോഹം വരുന്ന ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ആദ്യത്തെ ലിസ്റ്റിൽ അഖിലിന്റെ പേരും ഉണ്ടായിരുന്നു. അഖിലും മേഘയും എത്തുമോ, അഖിൽ ഒറ്റയ്ക്കാണോ എത്തുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ഈ കാര്യം കുറച്ചുകൂടി പല ഗ്രൂപ്പുകളിലും വരുന്നത് ബിഗ് ബോസിൽ ഇത്തവണ അഖിലുമുണ്ട്. മേഘയുടെ ഒളിച്ചോട്ടവും ഇവരുടെ ജീവിതവും എന്താണ് യഥാർത്ഥ സംഭവം എന്നൊക്കെ ബിഗ് ബോസിലൂടെ നമുക്ക് അറിയാൻ പറ്റുമെന്നാണ്. മേഘയുടെ ഒളിച്ചോട്ടം അഖിലിന്റെ ഭാഗത്തൊരു സത്യസന്ധമായ ഒരു കാര്യമാണ്, ഒരു ന്യായമുണ്ടെങ്കിൽ എന്താണെങ്കിലും അഖിലിന് വോട്ട് കൂട്ടുമെന്നാണ് ആരാധകർ പറയുന്നത്. ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപും ഞാൻ അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ ആയിരിക്കുക എന്നല്ലാതെ ഈ വിഷയത്തിൽ വേറൊന്നും പറയാനില്ല. അഖിൽ ആരെയും കുറ്റപ്പെടുത്തില്ല, അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നതാണ്. എൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് എൻ്റേത്. വീഡിയോ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. വീഡിയോ ചെയ്തേ തീരൂ, അത് അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിലിന്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കണ്ടത് ആരുടെയും പേര് പറയാതൊരു പോസ്റ്റ് ആയിരുന്നു. അത് കണ്ട സമയത്ത് ആരെക്കുറിച്ചാണെന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കമന്റ് ബോക്സിൽ അഖിലിന്റെ പേര് പലരും പറയുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ അഖിലിന്റെ അടുത്തു നിന്നുള്ള ആളുകൾ എനിക്ക് വോയിസ് നോട്ടായി പലതും അയച്ചു. അവർക്കൊക്കെ ഇത് ആഘോഷമായിരുന്നു. ഒരാളുടെ ജീവിതം തകരുമ്പോഴും ഒരുത്തന്റെ ഭാര്യ ഒളിച്ചോടുമ്പോഴുമുള്ള സന്തോഷം. ഈ നാട്ടുകാർ ചിന്തിക്കണ്ടേ, ഇവർക്കും ജീവിതത്തിൽ നാളെ ഇതുപോലെ സംഭവിച്ചാലോ എന്ന്. സോഷ്യൽ മീഡിയയിൽ പരിചിതമായ മുഖങ്ങളായതുകൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടവും പ്രശ്നങ്ങളും കുറച്ച് പക്വതയോടെ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ എടുക്കണം. വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് വരാൻ മടിയുള്ള ക്യാരക്ടറാണ് അഖിൽ NRD. അവൻ അത്ര ലൗഡ് അല്ല. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെപ്പോലെ എല്ലാം തുറന്നു പറയണമെന്നുമില്ല. അതുപോലുള്ള ഒരു മനുഷ്യന് ഇത്തരം കാര്യം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് നമുക്കറിയാമല്ലോ. CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്ത് പുറത്തുവിടുന്നു. അവളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അഖിൽ NRDക്ക് എന്തോ പ്രശ്നമുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച. പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് അഖിലിന് വേറെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും കമന്റുകൾ വരുന്നുണ്ട്. അതിൽ കൂടുതൽ ആളുകളും അഖിലിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്, സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ കുട്ടിയുടെ വീടും അഖിലിന്റെ വീടും അടുത്തായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് പ്രണയത്തിലാകുന്നത്. അങ്ങനെ വീട്ടുകാർ വഴി സംസാരിച്ച് വിവാഹം കഴിച്ചു. ഒരു സോഷ്യൽ മീഡിയയിലും ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. ആ കുട്ടിയും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യരാണ്, യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ വിഷയം അറിഞ്ഞ ശേഷം ഞാൻ അഖിലിനെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ അവനോട് ബഹുമാനം തോന്നുന്ന കാര്യമുണ്ട്. സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷെ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു. അവൾക്ക് അതാകും ശരിയായി തോന്നിയത്. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോവുക. ഇതാണ് അഖിൽ എന്നോട് പറഞ്ഞത്. പറയുമ്പോൾ ചിലർക്ക് ഫീലാകും ഈ കുട്ടിയുടെ താല്പര്യമാണ് ആരുടെ ഒപ്പം പോവുക എന്നത്. ആ കുട്ടിക്ക് ബസ് കണ്ടക്ടറാണ് ഇഷ്ടപ്പെട്ടതിന്റെ അയാളുടെ പ്രൊഫഷൻ വെച്ച് അയാളെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അയാളുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് അഖിൽ NRDയുടെ ഭാര്യയാണോ എന്നത് അയാൾക്ക് അറിയാമോ എന്ന് പോലും നമുക്കറിയില്ല.